ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ അവരുടെ സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 9. അടുത്തത് ചില സംശയങ്ങളും അതിനുള്ള മറുപടികളും എന്ന ഭാഗത്ത് വയസുഉമു ആഖറൂന അന്ന മഅന ഹാദല്ലദി തദ്ഉന ഇലൈഹി മിനൽ ഇത്തിബാഇ ലിസ്സുന്നതി وعدم الأخذ بأقوال الأئمة المخالفة لها ويزعم آخرون മറ്റു ചിലർ വാദിക്കുന്നു അന്ന മാന ഹാദല്ലദീ തദ്ഉന ഇലൈഹി മിനൽ ഇത്തിബാഇ ലിസ്സുന്നഹ്, അതായത് സുന്നത്ത് നബിചര്യ പിൻപറ്റുന്നതിലേക്ക് ക്ഷണിക്കുകയും വഅദ്മിൽ അഖദി ബി അഖ്വാലിൽ അഇമ്മത്തിൽ മുഖാലഫത്തി ലഹ, അതിന് മുഖാലഫത്തായിട്ടുള്ള എതിരായിട്ടുള്ള ഇമാമുകളുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കൽ ഒഴിവാക്കുകയും ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ആശയം ചില ആൾക്കാർ വാദിക്കുന്നു. എന്ത്? തെർക്കുൽ അഹദി, സ്വീകരിക്കൽ ഒഴിവാക്കലാണ് എന്ന് ബി അഖ്വാലിഹിം മുത്ലഖൻ, പൂർണ്ണമായിട്ട് ഇമാമുകളുടെ മുജ്തഹിദുകളായിട്ടുള്ള ഇമാമുകളുടെ വീക്ഷണങ്ങളെ തള്ളിക്കളയണം എന്നതാണ് എന്ന് ചിലർ വാദിക്കുന്നു. അതേപോലെ വൽ ഇസ്തിഫാദത്തു മിൻ ഇജ്തിഹാദിഹിം ഇജ്തിഹാദാത്തിഹിം വ ആറാഇഹിം, ആ ഇമാമുകളുടെ ഇജ്തിഹാദുകൾ, ഗവേഷണ ഫലങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ, അതിൽ നിന്ന് പ്രയോജനം സിദ്ധിക്കുക എന്നതൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്ന് ചിലർ വാദിക്കുന്നു. ഫഅഖൂലു, എന്നാൽ ഞാൻ പറയുന്നു, ഇന്ന ഹാദ സഅമ അബ്അദു മാ യകൂനു അനി സ്വവാബ്, ഇത്തരം വാദം, ഈ വാദം ഉണ്ടല്ലോ, ഇത് ശരിയിൽ നിന്ന് കുറേ വിദൂരത്താണ്. ബൽ ഹുവ ബാതുലുൻ വാഹിറുൽ ബുത്ലാൻ, ബുത്ലാനി എന്ന് പറഞ്ഞാൽ എന്ത് അസത്യമാണ് എന്ന് മാത്രമല്ല, അത് വ്യാജമാണ്, അത് വ്യക്തമായ ന്യൂനതയാണ്, ബാത്തിലാണ്. കമാ യബ്ദു ദാലിക ജലിയൻ മിനൽ കലിമാത്തി സാബിഖത്തി, മുമ്പ് പറഞ്ഞ വചനങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടും അത് വെളിവാകുന്നത് പോലെ. ഫഇന്നഹാ കുല്ലുഹാ തദുല്ലു അലാ ഖിലാഫി, കാരണം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനെതിരാണ്, എതിരെ അറിയിക്കുന്നു. വഅന്ന കുല്ലല്ലദീ നദഉ ഇലൈഹി, നാം ക്ഷണിക്കുന്നത് ഏതിലേക്കാണ്? ഇന്നമാ ഹുവ തെർക്കു ഇത്തിഹാദിൽ മദാഹിബി ദീന, മദ്ഹബുകളെ തന്നെ ദീനായിട്ട് സ്വീകരിക്കൽ ഉപേക്ഷിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ നസ്ബുഹ മക്കാനൽ കിതാബി വസുന്ന, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും അതിൻ്റെ സ്ഥാനത്ത് അതിനെ നാട്ടുക, അതിനെ സ്ഥാപിക്കുക, മദ്ഹബുകളെ എന്നതിനെയാണ് നാം ഒഴിവാക്കണമെന്ന് പറയുന്നത്. ബി ഹൈസു യകൂനു റുജൂ ഇലൈഹ ഇൻദ തനാസുഅ, അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പം മദ്ഹബുകളിലേക്ക് മടങ്ങുക എന്ന അവസ്ഥ വരുന്ന വിധത്തിൽ. ഔ ഇൻദ ഇറാദത്തി ഇസ്തിംബാത്തി അഹ്കാമിൻ ജദീദത്തിൻ ലി ഹവാദിസിൻ ത്വാരിഅത്തിൻ, എന്ന് പറഞ്ഞാൽ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ പുതിയ കാര്യങ്ങൾ ഒക്കെ ഇസ്തിംബാത്ത് ചെയ്തെടുക്കാൻ ഉദ്ദേശ്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ മദ്ഹബുകളിലേക്ക് നീങ്ങുക, കിതാബും സുന്നത്തിൽ ഒഴിവാക്കുക എന്ന നിലപാടിനാണ് നാം എതിര് പറയുന്നത്. കമാ യഫ്അലു മുത്തഫഖിഹത്തു ഹാദ സമാൻ, ഇക്കാലത്തെ ഫിഖ്ഹ് പണ്ഡിതന്മാർ ചെയ്യുന്നത് പോലെ, എല്ലാവരും അല്ല, ചിലർ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. വഅലൈഹി വളഉ അൽ അഹ്കാം അൽ ജദീദത്തി ലിൽ അഹ്വാലി ശഖ്സിയ്യത്തി വൻ നിക്കാഹി വത്വലാഖ് വഗൈരിഹ, പേഴ്സണൽ ലോസ്, വ്യക്തി നിയമങ്ങൾ, അഹ്വാലു ശഖ്സിയ, വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ, നിക്കാഹ്, ത്വലാഖ്, അതല്ലാത്ത കാര്യങ്ങൾ, ഇങ്ങനെ ഇതിലൊക്കെ പുതിയ വിഷയങ്ങൾ, പുതിയ വിധികൾ സ്ഥാപിക്കുക. ദൂന അയ്യർജിഉ ഫിഹാ ഇലൽ കിതാബി വസുന്ന, വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ആ വിഷയങ്ങളിൽ മടങ്ങാതെ, ലിയഅരിഫു അസ്സവാബ മിൻഹാ ബിൽ ഖതഇ, തെറ്റിൽ നിന്ന് ശരി വേർതിരിച്ചെടുക്കാൻ, അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലേക്കും മടങ്ങാതെ മദ്ഹബി വീക്ഷണങ്ങളെ മാത്രം പിന്തുടരുക എന്ന ശൈലിയാണ് നാം എതിർക്കുന്നത് എന്നർത്ഥം. ഇന്നമാ അലാ ത്വരീഖത്തി ഇഖ്തിലാഫുഹും റഹ്മ وإنما على طريقة اختلافهم رحمة وتتبع الرخص, അത് എന്ത് അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത്? എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും മദ്ഹബുകളിലേക്ക് നീങ്ങുക, ഖുർആൻ സുന്നത്ത് എന്ത് പറയുന്നത് പരിഗണിക്കാതിരിക്കുക എന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ റഹ്മത്താണ്, അനുഗ്രഹമാണ് എന്ന വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഒരു വചന യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞു. അതേപോലെ ഇളവുകൾ പിന്തുടരുക, അതേപോലെ വത്തയസീരി, എളുപ്പമുണ്ടാക്കുക, അവിൽ മസ്ലഹത്തി അല്ലെങ്കിൽ മസ്ലഹത്ത്,
സാമുവർ വാദിക്കുന്നു. ഒമാ അഹ്സനു ഖൗല സുഫിയാൻ തൈമി റഹ്മഹുല്ല പറഞ്ഞത് എത്രമാത്രം നല്ല ഹസനായ നല്ല കാര്യമാണ് എന്ന്. എന്താണ് സുഫിയാൻ തൈമി റഹ്മഹുല്ല പറഞ്ഞത്? ഇൻ അഖദത ബിറുഖ്സതി കുല്ലി ആലിമിൻ ഇജ്തമാ ഫീക അശ്ശറു കുല്ലു. എല്ലാ ആലിമിൻ്റെയും ഇളവ് നീ സ്വീകരിച്ചാൽ നിന്നിൽ എല്ലാ ഷെറും എന്ത് ചെയ്യും? ഒരുമിച്ച് കൂടും. അതായത് ഇളവ് എവിടെ നോക്കിയിട്ട് ഒരു മദ്ഹബിൽ ഒരു വിഷയത്തിൽ ഇളവ് ആണ്, അപ്പം പിന്നെ അതും പിന്തുടരാം. ഖുർആനും സുന്നത്തിനോടും യോജിച്ചതാണോ അല്ലേ നോക്കല്ല, അത് ബോധ്യപ്പെട്ടിട്ടൊന്നുമല്ല. ഒരു മദ്ഹബിൽ ഒരു വിഷയത്തിൽ ഒരു ഇളവുണ്ട്, എന്നാൽ പിന്നെ അതെടുക്കാം. മറ്റൊരു വിഷയത്തിൽ മറ്റൊരു മദ്ഹബിലെ ഇളവ്, എന്നാൽ പിന്നെ അതെടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ്റെ വീക്ഷണം. അപ്പോൾ എല്ലാവരുടെയും ഇളവ് നോക്കാൻ പോയാൽ എല്ലാ ഷെറും നിന്നെ ഒരുമിച്ച് കൂടുന്നു. റവാഹു ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്തു. വഖാല അഖിബഹു, അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഉടനെ, ഹാദാ ഇജ്മാഉൻ ലാ അഅലമു ഫീഹി ഖിലാഫ, ഇത് ഇജ്മാഅാണ്, ഇതിൽ ഭിന്ന വീക്ഷണമുള്ളതായിട്ട് എനിക്കറിയില്ല. ഏതാ ഇജ്മാ എന്ന് പറഞ്ഞത്? എല്ലാ ആലിമുകളുടെയും പണ്ഡിതന്മാരുടെയും ഇളവുകൾ നോക്കിയിട്ട് ആ ഇളവുകൾ സ്വീകരിക്കുക എന്നുള്ള രീതി, അത് അങ്ങനെ ചെയ്താൽ ഷെറ് ഒരുമിച്ച് കൂടും എന്ന്. ഫഹാദല്ലദീ നുൻകിറുഹു, ഇതാണ് നാം ഇൻകാർ ചെയ്യുന്നത്, നാം നിരാകരിക്കുന്നത്. ബഹുവ വിഫ്ഖുൽ ഇജ്മാഇ, അത് ഇജ്മാഇനോട് യോജിച്ചതാണ്. കമാതറ, നീ മനസ്സിലാക്കിയതുപോലെ. വ അമ്മർ റുജൂഉ ഇലാ അഖ്വാലിഹിം വൽ ഇസ്തിഫാദത്തു മിൻഹാ, എന്നാൽ മദ്ഹബികളുടെ അല്ലെങ്കിൽ മുജ്തഹിദുകളായിട്ടുള്ള ഇമാമുകളുടെ അഭിപ്രായങ്ങളിലേക്ക് മടങ്ങലും അതിൽ നിന്ന് പ്രയോജനം സിദ്ധിക്കലും വൽ ഇസ്തിആനതു ബിഹാ, അതിൽ സഹായം തേടലും അതിൽ നിന്ന് സഹായം തേടലും എങ്ങനെ? അലാ തഫഹുമി വജ്ഹിൽ ഹഖ് ഫീ മഖ്തലഫു ഫീഹി, ഭിന്ന വീക്ഷണങ്ങൾ വന്നിട്ടുള്ള വിഷയങ്ങളിൽ ശരിയായ നിലപാട് എന്ന് മനസ്സിലാക്കുന്ന വിഷയത്തിൽ. ഇമ്മാലൈസ അലൈഹി നസ്സുൻ ഫിൽ കിതാബി വസുന്ന, വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിലെ നസ്സായിട്ട് നേർക്കുനേരെ അതിൽ തെളിവൊന്നും വരാത്ത വിഷയങ്ങളിൽ. ഔ മാക്കാന മിൻഹാ ബിഹാജത്തിൻ്റെ അല്ലാത്ത ഉഹ്ളീഹിൻ, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമായ, സ്പഷ്ടീകരണം ആവശ്യമായ വിഷയത്തിൽ. ഫഅംറുൻ ലാ നുൻകിറുഹു, അത് നാം നിരാകരിക്കാത്ത കാര്യമാണ്. അത്തരം വിഷയങ്ങളിൽ എന്ത് ചെയ്യണം? മദ്ഹബി നിലപാടുകൾ പരിശോധിക്കാം. ബൽ നഅ്മുറു ബിഹി, മാത്രമല്ല നമ്മളത് കൽപ്പിക്കുകയും ചെയ്യുന്നു. വനഹുദ്ദു അലൈഹി, അതിലേക്ക് നാം പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അതിന്മേൽ. ലിഅന്നൽ ഫായിദത മിൻഹു മർജുവത്തുൻ, കാരണം അതിൽ നിന്നുള്ള പ്രയോജനം എന്നത് പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ്, മർജുവത്താണ്. ലിമൻ സലക സബീലൽ ഇഹ്തിദാഇ ബിൽ കിതാബി വസുന്ന, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൊണ്ട് മാർഗദർശനം നേടണം എന്ന അതിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക്. ഖാലൽ അല്ലാമ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അവർ പറഞ്ഞിരിക്കുന്നു, ഫഅലൈക യാ അഖി, അതിനാൽ സഹോദര നീ ചെയ്യണം, നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയണം. സഹോദര, നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയണം. എന്താ ചെയ്യേണ്ടത്? ബിഹിഫ്ളിൽ ഉസൂലി വൽ ഇനായത്തി ബിഹ, അടിസ്ഥാന തത്വങ്ങൾ നീ എന്ത് ചെയ്യണം? പരിഗണിക്കണം, ശ്രദ്ധിക്കണം. അതിനായത്ത് പരിഗണിക്കും. വഅലം, നീ അറിയണം, അന്നമൻ അനാ ബിഹിഫ്ളി സുനനി വൽ അഹ്കാമിൽ മൻസൂസത്തി ഫിൽ ഖുർആൻ, നബിചര്യകളും അതേപോലെ ഖുർആനിൽ വിവരിച്ച വിധികളെയും സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്നവൻ അതേപോലെ അങ്ങനെ ചെയ്തവൻ വനദറ ഫി അഖാബീലിൽ ഫഖഹാഇ, ഫഖഹാക്കളുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കുകയും ചെയ്തവൻ. അങ്ങനെ വജഅലഹു ഔനൻ ലഹു അലാ ഇജ്തിഹാദിഹി, അവൻ്റെ ഇജ്തിഹാദിന് അതിനെ സഹായമായി കണക്കാക്കിയവൻ. വമിഫ്താഹൻ ലിത്വറായിഖിൻ നദരി, അതേപോലെ വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത സമീപനങ്ങൾക്ക് മാർഗം തുറക്കുന്നതിന്. തഫ്സീറൻ ലി ജുമലി സുനനിൽ മുഹ്തമലത്തിൽ മആനി, അതേപോലെ ഹദീസുകളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അതിൻ്റെ വാക്യങ്ങളെ വ്യാഖ്യാനിക്കുന്നതിന് സഹായകമായിട്ട് അതിന് ഉപയോഗിക്കുക. അതേപോലെ വലം യുഖല്ലിദ് അഹദം മിൻഹും തഖ്ലീദ സുനനി അല്ലത്തി യജിബുൽ ഇൻഖിയാദു ഇലൈഹാ അലാ കുല്ലി ഹാലിൻ ദൂന നദറിൻ, ഒരു നദറും ഒരു പരിശോധനയും കൂടാതെ വിധേയപ്പെടേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിന്തുടരുന്ന, അതുപോലെ
മദ്ഹബി നിലപാടുകളെ അല്ലെങ്കിൽ ഉലമാക്കളുടെ ഫുഖഹാക്കളുടെ നിലപാടുകളെ തഖ്ലീദ് ചെയ്യുകയും ചെയ്യാത്തവൻ, എന്നാൽ അതിൽ നിന്ന് ഉപകാരം സിദ്ധിക്കുന്നു അവൻ. അങ്ങനെയുള്ളവർ വലം യുരിഹ് നഫ്സഹു മിമ്മാ അഖദൽ ഉലമാഉ ബിഹി അൻഫുസഹും മിൻ ഹിഫ്ളി സുനനി വ തദബ്ബുരിഹ. അതേപോലെ പണ്ഡിതന്മാർ സുന്നത്ത് സംരക്ഷിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് സ്വയം മുറുകെ പിടിച്ചതിന് അവഗണിക്കാതിരിക്കുകയും ചെയ്തവൻ. വഖ്തദാ ബിഹിം ഫിൽ ബഹ്സി വത്തഫഹുമി വന്നദരി. അങ്ങനെ അന്വേഷണത്തിലും ഗ്രഹിക്കുന്നതിലും പരിശോധിക്കുന്നതിലും ഒക്കെ അവരെ പിന്തുടരുകയും ചെയ്തവൻ. വശക്കറ ലഹും സഅയഹും ഫീമാ അഫാദു വനബ്ബഹു അലൈഹി. അവർ ഉണർത്തിയതിലും അവരിൽ നിന്ന് പ്രയോജനമുണ്ടായതിലും ഒക്കെ പിന്നെ മനസ്സിലാക്കുന്ന ഗ്രഹിക്കുന്ന വിഷയത്തിൽ അന്വേഷണത്തിലൊക്കെ അവരെ പിന്തുടരുകയും അവർക്ക് അതിന് നന്ദി പറയുകയും അവരുടെ ശ്രമങ്ങൾക്ക് സഅയിന് നന്ദി പറയുകയും ചെയ്തവൻ. വഹമിദഹും അലാ സവാബിഹിം അല്ലദീ ഹുവ അക്സറു അഖ്വാലിഹിം. അവരുടെ ശരികൾക്ക് അവരെ സ്തുതിക്കുകയും ചെയ്തവൻ. അവരുടെ ശരികൾ എന്ന് പറഞ്ഞാൽ അത് പറയാൻ അല്ലദീ ഹുവ അക്സറു അഖ്വാലിഹിം, അവരുടെ വീക്ഷണങ്ങളിൽ അധികവും ശരിയാണ്, അധികവും അങ്ങനെയാണ്. വലം യുബ്രിഉഹും മിനസ് സലൽ. അതേസമയം അവർക്ക് ഒരു സലലും ഒരു സില്ലത്തും ഒരു വ്യതിചലനും ഒരു ഡൈവേഷനും വരികയില്ല, ഒരു തെറ്റും വരികയില്ല എന്ന് അവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്യാത്തവൻ. കമാലം യുബ്രിഉ അൻഫുസഹും മിൻഹു. അവർ തന്നെ അവരെ അങ്ങനെ കുറ്റവിമുക്തരാക്കിയിട്ടില്ല, അവർക്ക് തെറ്റ് പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർക്കൊരു തെറ്റും പറ്റൂല എന്ന നിലപാട് സ്വീകരിക്കാതെ അവരുടെ വീക്ഷണങ്ങളിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ഇസ്തിഫാദത്ത് ഉപകാരം സിദ്ധിക്കുന്ന ആള്. ഇത് ആണ് പിന്നെ സലഫു സ്വാലിഹീങ്ങളുടെ മാർഗം സ്വീകരിക്കുന്ന വ്യക്തി ഈ രൂപത്തിലാണ് എന്നർത്ഥം. വഹുവൽ മുസീബു ലിഹദ്ദിഹി, അവനാണ് ഇതിൻ്റെ ഭാഗ്യം സിദ്ധിച്ചവൻ, സൗഭാഗ്യം സിദ്ധിച്ചവൻ. വൽ മുആയിനു ലിറുഷ്ദിഹി വൽ മുത്തബിഉ ലിസുന്നത്തി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹദി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും. അപ്പം ഇങ്ങനെയുള്ള വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടർന്നവനും സ്വഹാബാക്കളുടെ ചര്യ പിന്തുടർന്നവനും. വമൻ അഫ്ഫ നഫ്സഹു മിനൻ നദരി വഅദ്റബ അമ്മാ ദക്കർനാ വആറദ സുനന ബിറഇഹി. ഇനി ഇങ്ങനെയുള്ള പരിശോധനകൾക്കൊന്നും മുതിരാതെ നിൽക്കുന്നവൻ, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവൻ, അതേപോലെ നാം പറഞ്ഞത് പരിഗണിക്കാതിരിക്കുന്നവൻ, ഈ വിഷയങ്ങൾ മേൽ പറഞ്ഞ കാര്യങ്ങൾ വആറദ സുനന ബിറഇഹി, അവൻ്റെ അഭിപ്രായം കൊണ്ട് നബിചര്യകൾ സ്ഥിരപ്പെട്ട നബിചര്യകളെ എതിർക്കുകയും അല്ലെങ്കിൽ എതിരാവുകയും ചെയ്തവൻ. വറാമ ഐ യരിദ്ഹ ഇലാ മബ്ലഗ നദരിഹി, അതേപോലെ സ്വന്തം നിലപാട് അനുവദിക്കുകയാണെങ്കിൽ മാത്രം അതിനെ ഉൾക്കൊള്ളും എന്ന് കരുതുന്നവൻ. ഫഹു ളാലുൻ മുദില്ലുൻ, അവൻ വഴി പിഴച്ചവനും വഴി പിഴപ്പിക്കുന്നവനാണ്. വമൻ ജഹല ദാലിക കുല്ലഹു അയ്ളൻ വതഖഹമ ഫിൽ ഫത്വ ബിലാ ഇൽമിൻ ഫഹു അശദ്ദു അമാ വദല്ലു സബീല. അതേപോലെ ഇതൊക്കെ അറിയാത്തവൻ, ഇതൊന്നും പരിഗണിക്കാത്തവൻ, അങ്ങനെ അറിവില്ലാതെ ഫത്വ നൽകുന്നതിൽ ഉണരുന്നവൻ, അവൻ കടുത്ത അന്ധത ബാധിച്ചവനാണ്, വഴികേടിലായവനാണ് എന്ന്. ഫഹാദൽ ഹഖ് ലൈസ ബിഹി ഖഫാഉ ഫദഅനി അൻ ബുനിയാത്തി ത്വരീഖി എന്ന്. അതായത് ഇതാണ് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം, അതിനാൽ ഇടവഴികളെ തൊട്ട് എന്നെ ഒഴിവാക്കുക. ഇതിൻ്റെ ആശയം പറയുന്നത് ചെറിയ കാര്യങ്ങൾ വിട്ട് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന ആശയമാണ് പറയുന്നത്.